ഹലോ എവ്രി വൺ. ഇന്നൊരു നാടൻ സാധനം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എനിക്കൊരു നൊസ്റ്റാൾജിയ തരുന്ന ഒരു ഐറ്റമാണിത്. നമ്മുടെ പാലക്കാടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇതാണ് തുവര. ഇത് സീസണലായിട്ട് കിട്ടുന്ന സാധനമാണ്. ഇത് നമ്മൾ തുവരമണി എന്നാണ് പറയാം കേട്ടോ. ഇത് കൂർക്കയുടെ ഒപ്പം വെച്ച് ഉണ്ടാക്കാറുണ്ട്. കൂർക്കുപ്പേരി, തുവരയിട്ട് കൂർക്കുപ്പേരി, പിന്നെ പുളി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് മസാലപ്പുളി, തുവരപ്പുളി ഉണ്ടാക്കാമെന്ന്. സോ തുവര എല്ലാം വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ, ഒരു ബൗള് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ ലുലു പോയപ്പോൾ മേടിച്ചതായത് അത് നന്നായി കഴുകി. ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യമേ ഒന്ന് ഒരു മുക്കാൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ പരുവത്തിലുള്ള പുളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് തേങ്ങയും. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇത് എൻ്റെ സ്റ്റൈലാണ്. എൻ്റെ സ്റ്റൈൽ പാലക്കാടൻ തുവരപ്പുളി. സോ നമുക്ക് തേങ്ങ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഒരു പിടി തേങ്ങ അത് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് തേങ്ങ നന്നായിട്ട് ചെറുതായിട്ട് വറുത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി, എന്നാൽ കറിക്ക് നല്ല ഓറഞ്ച് കളർ വേണമെന്നാണ്. സോ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഈ തേങ്ങ വറുത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആയിരിക്കും ഇതിന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പടപടപടപടി ഇങ്ങനെ പൊട്ടി വരണം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഞാൻ ഉലുവ ഇടുന്നുണ്ട്. ഉലുവ ഇടുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂടുതലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലവർ തേങ്ങ വറുക്കുമ്പോൾ തന്നെ ഉലുവയും കൂടെ വറുത്ത് പൊടിക്കാറുണ്ട്. ബട്ട് ഞാൻ ഇങ്ങനെ ഉലുവ എണ്ണയിലിട്ട് പൊട്ടിക്കാറാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കപ്പൽ മുളക് അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പെട്ടെന്നാവും കേട്ടോ ഇതൊക്കെ. പെട്ടെന്നാവും. ഒന്ന് ലൈറ്റായിട്ട് കളറൊക്കെ, ചെറിയ ഉള്ളിയുടെ കളറൊക്കെ നല്ല ലൈറ്റായിട്ട് മാറി വരുന്ന വരെ ഒന്ന് നമുക്കിങ്ങനെ സോട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ കറിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഇതെങ്ങനെയാണ് പറഞ്ഞു തരാമെന്നറിയില്ല. എനിക്ക് നൊസ്റ്റാൾജിയ ഉള്ളൊരു കറിയാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് എടുത്തത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിതാക്കാം. പിന്നെ പൊടികൾ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിടേണ്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയും. സെയിം ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടിയും 1.25 സ്പൂൺ മുളക് പൊടിയും. എനിക്കങ്ങനെ സ്പൂൺ കണക്ക് പറയാനറിയില്ല, പക്ഷേ ചെറിയ സ്പൂണാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക് സ്പൂൺ കിട്ടില്ലേ ഈ ഡപ്പയുടെ കൂടെ തന്നെ, ആ സ്പൂണിൻ്റെ 1.25 സ്പൂണ് മുളക് പൊടി ഇട്ടു. ദെൻ തക്കാളി ഇട്ടു. ഇവിടുത്തെ മുളക് പൊടിക്ക് അത്ര എരിവില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത്ര മുളക് പൊടി ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ 3/4 വെന്തിരിക്കുന്ന മുക്കാൽ വേവായിട്ടുള്ള തുവരമണിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് വേവണം. ഒന്നും കൂടെ ഇത് ആ ഫുൾ വേവിലോട്ട് എത്തണം. സോ ഇതൊന്ന് കുറച്ച് നേരം ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. മീൻ വൈൽ ഞാൻ നമ്മുടെ നാരങ്ങയുടെ പരുവത്തിലുള്ള പുളിയില്ലേ അതും കൂടെ ഒഴിച്ചു. ദെൻ നമ്മൾ തേങ്ങ വറുത്തത് നല്ല മഷി പോലെ അരച്ചതും കൂടെ ഒഴിച്ച് നന്നായി തിളച്ച് വന്നതിനാൽ നമ്മുടെ പാലക്കാടൻ തുവരപ്പുളി റെഡി. ട്രൈ ചെയ്യണേ. ഓക്കെ.